എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. അതിൻ്റെ ആരംഭം വളരെ സുന്ദരമാണ്. അതിപ്രകാരമാണ് ആരംഭിക്കുന്നത്: ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ വർസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ സീസൺ, ഇറ്റ് വാസ് ദ ഏജ് ഓഫ് വിസ്ഡം, ഇറ്റ് വാസ് ദ ഏജ് ഓഫ് ഫൂളിഷ്നെസ്, ഇറ്റ് വാസ് ദ സീസൺ ഓഫ് ലൈറ്റ്, it was the season of darkness, it was the spring of hope, it was the winter of despair. We had everything before us, we had nothing before us. ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഇന്ന് സഭയെ സംബന്ധിച്ചും നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചും ജ്ഞാനായ സമൂഹത്തെ സംബന്ധിച്ചും വാസ്തവമാണ്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്. സഭയ്ക്ക്, ജ്ഞാനായ സമൂഹത്തിന് ഏറ്റവും നല്ല സമയമാണ്. അമേരിക്കയിൽ നിരവധി ദേവാലയങ്ങൾ, മിഷൻ സെൻറ്റേഴ്സ്, തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന വൈദികർ, ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അൽമായ സമൂഹം, സന്യാസ ഭവനങ്ങൾ ഏറ്റവും നല്ല സമയമാണ്. നാട്ടിലും അതുപോലെ തന്നെ ഏറ്റവും നല്ല സമയമാണ്. നമ്മുടെ പൈതൃകവും പാരമ്പര്യവുമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന സുന്ദരങ്ങളായ നിരവധി പുതിയ ദേവാലയങ്ങൾ, അതിനോട് ചേർന്നുള്ള മറ്റ് ക്രമീകരണങ്ങൾ, വൈദിക പരിശീലനത്തിനുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ വലിയ പുരോഗതി ഏറ്റവും നല്ല സമയമാണ്. എന്നാൽ ഇത് ഏറ്റവും മോശം സമയവുമാണ്. സഭയും നാം ഓരോരുത്തരും, ജ്ഞാനായ സമൂഹവും വലിയ പ്രതിസന്ധികൾ അകമേ നിന്നും പുറമേ നിന്നും അനുഭവിക്കുന്ന ഏറ്റവും മോശമായ ഒരു സമയവുമാണ്. ഇറ്റ് ഈസ് ഏജ് ഓഫ് വിസ്ഡം, ഇറ്റ് ഈസ് ഏജ് ഓഫ് ഫൂളിഷ്നെസ്. വിജ്ഞാനത്തിൻ്റെ ഒരു യുഗമായിരുന്നു, ഒപ്പം വിഡ്ഢിത്തത്തിൻ്റെയും ഒരു യുഗമാണ്. അദ്ദേഹം പറഞ്ഞു, വി ഹാഡ് എവറിഥിങ് ബിഫോർ അസ് ബട്ട് വി ഹാഡ് നത്തിങ് ബിഫോർ അസ്. നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്നും ഇല്ല. വൈരുദ്ധ്യം നിറഞ്ഞ അന്ധകാരത്തിൻ്റെ, തിന്മയുടെ അഭിനിവേശങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ദൈവം അനുഗ്രഹിച്ച് സമൃദ്ധമായി നൽകിയ മാനവ വിഭവ ശേഷിയും സാമ്പത്തിക ഭദ്രതയും ആത്മീക ദർശനങ്ങളും ദൈവദാസന്മാരായ പുണ്യപിതാക്കന്മാരുടെ സാന്നിധ്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. വൈരുദ്ധ്യങ്ങളുടെ മധ്യയാണ് നാം ഈ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഒരു ജ്ഞാനായ സമൂഹത്തോട് വിശുദ്ധ പത്താം പീയൂസിനെ പറ്റി, മാർപ്പാപ്പയെ പറ്റി പറയുക എന്നത് ഇനി ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എത്രയോ പ്രസംഗങ്ങൾ ജ്ഞാനായ സമൂഹത്തിൻ്റെ ദേവാലയങ്ങളിലും കൺവെൻഷനുകളിലും ഏറ്റവും